നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ദേശീയ സെക്രട്ടറിയായി കർമ്മനിരതനായിരുന്ന സഖാവ് സീതാറാം യെച്ചൂരി കഴിഞ്ഞ ദിവസം ലോകത്തോട് നമ്മളോട് വിട വാങ്ങി. ഇന്ത്യയിലും വിദേശത്തുമുള്ള ഒരുപാട് മനുഷ്യരെ ജാതി മത ദേശഭാഷ ലിംഗഭേദമന്യേ ദുഃഖത്തിലാഴ്ത്തിയ ഒരു കറുത്ത യാഥാർത്ഥ്യമാണ് സീതാറാം യെച്ചൂരിയുടെ നിര്യാണം. അദ്ദേഹം വിടവാങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വലിയ ശൂന്യത നിറയുന്നുണ്ട്. സാധാരണഗതിയിൽ പറയുന്ന നികത്താനാകാത്ത വിടവ് എന്നതല്ല, യഥാർത്ഥത്തിൽ നികത്താനാകാത്ത വിടവ് തന്നെയാണ് EMSൻ്റെയൊക്കെ നിര്യാണശേഷം CPIM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും CPIM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ മുന്നണി രാഷ്ട്രീയവും ഇന്ത്യ സഖ്യവും പൊതുവെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ മാനവിക രാഷ്ട്രീയ സാമൂഹിക രംഗവും ഒക്കെ സീതാറാം യെച്ചൂരിയിലൂടെ അനുഭവിക്കുന്നത്. ഈ വിടവ് നികത്തുക എളുപ്പമല്ല. അദ്ദേഹത്തിൻ്റെ നിര്യാണം ദുഃഖത്തിലാഴ്ത്തിയ എല്ലാവരോടും വ്യക്തിപരമായി ഞാനും ശക്തിബോധി ഗുരുകുലവും അവരോടൊപ്പം അവരുടെ ദുഃഖത്തിൽ പങ്കു ചേരുന്നു. ഒപ്പം സീതാറാം യെച്ചൂരിക്ക് ആദരാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. എന്താണ് സീതാറാം യെച്ചൂരിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഒരുപാട് പറയാനുണ്ടാവും. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന തത്വശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി സമകാലീന രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക സംഭവ വികാസങ്ങളെ പാർലമെൻറ്റിനകത്തും പുറത്തും ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് സീതാറാം യെച്ചൂരിയോളം കഴിവുള്ള ഒരാൾ മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. സീതാറാം യെച്ചൂരിയുടെ പെരുമാറ്റം വളരെ ലളിതവും ജനകീയവും സൗഹാർദ്ദപൂർണവും ആയിരുന്നു. സീതാറാം യെച്ചൂരി അരിശപ്പെട്ടിട്ട് കണ്ടിട്ടില്ല. അരിശപ്പെടാതെയും വിപ്ലവ പ്രവർത്തനം നടത്താം എന്ന് തെളിയിച്ച ഒരു വലിയ പൊതുജീവിതത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് സീതാറാം യെച്ചൂരിക്ക് ഉണ്ട്. ശുണ്ഠി വരുന്നത് ചീത്തയാണ് എന്നല്ല ഞാൻ പറയുന്നത്. ശുണ്ഠിയൊക്കെ വരണം, ശുണ്ഠി വന്നാൽ അത് പ്രകടിപ്പിക്കണം, അതിലൊരു ആത്മാർത്ഥതയുണ്ട്, അത് അംഗീകരിക്കുന്നു. പക്ഷേ ശുണ്ഠി വരാതെയും നമുക്ക് വിപ്ലവ പ്രവർത്തനം നടത്താം. ഉള്ളിൽ ശുണ്ഠി ഉണ്ടായിട്ട് അത് പ്രകടിപ്പിക്കാതിരിക്കുന്നത് കാപട്യമാണ്. അത്തരം കാപട്യം എന്തായാലും സീതാറാം യെച്ചൂരിക്ക് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ശുണ്ഠി വരാറില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഒരു വൈദേഹ ബ്രാഹ്മണ കുടുംബത്തിൽ ആന്ധ്രയാണ് സ്വദേശം. വൈദേഹ ബ്രാഹ്മണ കുടുംബത്തിലാണ് സീതാറാം യെച്ചൂരി ജനിച്ചത്. മദ്രാസിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ തന്നെ വിവരണമനുസരിച്ച് അദ്ദേഹം ഇസ്ലാമിക സംഘടനകൾ സ്ഥാപിച്ച ഒരു വിദ്യാലയത്തിലാണ് പഠിച്ചത്. CBSEക്ക്
CBSE പരീക്ഷയിൽ +2 എന്നിപ്പോൾ പറയുന്ന CBSE പരീക്ഷയിൽ വലിയ റാങ്ക് ദേശീയ തലത്തിൽ തന്നെ സ്വന്തമാക്കി. JNUവിലെത്തി. അവിടെ നിന്നാണ് ഒരു വലിയ രാഷ്ട്രീയ ജീവിതം സീതാറാം യെച്ചൂരി ആരംഭിക്കുന്നത്. സീതാറാം യെച്ചൂരിയുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഫാഷിസത്തിൻ്റെ 2 മുഖങ്ങളെയും കണ്ടു എന്നുള്ളതാണ്. ഒന്ന്, ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ ജനാധിപത്യത്തിൽ ഫാഷിസം എങ്ങനെ നടപ്പിലാവാം എന്നതിൻ്റെ രാജ്യം കണ്ട ആദ്യത്തെ അനുഭവമായിരുന്നു, അഥവാ ദുരനുഭവമായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭമാണ് സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ നടന്നത്. പിന്നീട് നമ്മളിപ്പോൾ അടിയന്തരാവസ്ഥയൊന്നും പ്രഖ്യാപിക്കാതെ ഹിന്ദുത്വ ഫാഷിസ്റ്റ് ശക്തികൾ അവരുടെ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ സാധ്യതകളെ ഭൂരിപക്ഷത്തിൻ്റെ ആധിപത്യം എന്ന നിലയിൽ അവതരിപ്പിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ അധികാരത്തിൽ വന്നു. അതും സീതാറാം യെച്ചൂരി കണ്ടു. അപ്പോൾ രണ്ടും തമ്മിലുള്ള സാധർമ്മ്യങ്ങളും വ്യത്യാസങ്ങളും, ഇന്ദിര എന്നാൽ ഇന്ത്യ എന്ന് പറയുന്നതും മോദി എന്നാൽ ഇന്ത്യ എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഒപ്പം സാധർമ്മ്യങ്ങളും അനുഭവിച്ചറിഞ്ഞ ഒരു രാഷ്ട്രീയ പക്വത കൂടി സീതാറാം യെച്ചൂരിയുടെ പെരുമാറ്റങ്ങളിൽ നമുക്ക് കാണാം, നിരീക്ഷണങ്ങളിൽ കാണാം. എന്തായാലും പറഞ്ഞു തുടങ്ങിയാൽ നമുക്ക് നിർത്താനാവില്ല. ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സെ ഒരു ബ്രാഹ്മണനായിരുന്നു. ഗോഡ്സെ ഉയർത്തിപ്പിടിച്ച ഹിന്ദുരാഷ്ട്രവാദ ഫാഷിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിനെതിരെ സംസാരിച്ച സീതാറാം യെച്ചൂരിയും ഒരു ബ്രാഹ്മണ കുലജാതനായിരുന്നു എന്ന് ഓർക്കണം. ബ്രാഹ്മണ്യത്തെ അടച്ചാക്ഷേപിക്കുമ്പോൾ ഗോഡ്സെയെ മാത്രം കണ്ടാൽ പോരാ, സീതാറാം യെച്ചൂരിയെയും EMS നമ്പൂതിരിപ്പാടിനെയും VT ഭട്ടതിരിപ്പാടിനെയും ഒക്കെ കാണേണ്ടതുണ്ട് എന്നുകൂടി എല്ലാ ബ്രാഹ്മണ്യ വിമർശനങ്ങളെയും അത് അർഹിക്കുന്ന നിലവാരത്തിൽ മനസ്സിലാക്കുകയും മാനിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ അഭിപ്രായപ്പെടുകയാണ്. സീതാറാം യെച്ചൂരിയെപ്പോലുള്ള ബ്രാഹ്മണ കുലജാതരായ ഉൽപ്പതിഷ്ണുക്കൾ ആധുനിക മതനിരപേക്ഷ ജനാധിപത്യ ഭാരതത്തിൻ്റെ ഭദ്രതയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ ചെറുതല്ല, അവരുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികളെ കൊണ്ടും എന്നുള്ളത് നാം ഓർമ്മിക്കേണ്ടതുണ്ട്. അക്കാര്യം ഒന്ന് എടുത്ത് സൂചിപ്പിച്ചുകൊണ്ട് സഖാവിൻ്റെ സ്മരണകൾ, പൊതുജീവിത സ്മരണകൾക്ക് മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്കെൻ്റെ വിനീത പ്രണാമം.